പാട്ടുണരും. ഹായ് ഡ്യൂഡ്. എന്താ ഇവിടെ? ഞാൻ ഇവിടെ സ്റ്റുഡിയോ വന്നാലേ ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ. ആണോ? ഞാൻ കേട്ടിത്തരാം. വിട്. ഞാൻ കേട്ടിത്തരാം. ആരാ ഇത്? ആ ചാർലിയിലൂടെ വർക്ക് കൊച്ചു കള്ളൻ. നടക്കട്ടെ നടക്കട്ടെ. എന്തോ ഒരു തട്ടി നടക്കുന്നുണ്ടല്ലോ. ഡി ചക്കരെ, നിന്റെ കല്യാണം ഉറപ്പിച്ചു അല്ലേ? ഡി സത്യമായിട്ടും ഞാനല്ലാണ്ട് വേറൊരുത്ത് നിന്റെ കഴുത്തിൽ താലി കിട്ടിയ ഇവിടെ തൂങ്ങി ഞാൻ ചാവും. പിന്നെ ചേട്ടായി വരുമ്പോ ഞാൻ പറയാം. അളിയനോട് ഞാൻ പറഞ്ഞോളാം. ചുറ്റുപാടും ശ്രദ്ധിക്കാം. ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം 10 സെന്റിമീറ്റർ ഗ്യാപ്പിൽ നീളത്തിൽ വരിവരിയായിടുക. എങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കാമെന്ന് ഞാൻ കാണിച്ചു. അവൻ്റെ ഒരു ചിന്നിക്കുഴി ഇന്ന് ശരിയാക്കി തരാം. ചിന്നിക്കുഴി വന്നോട്ടെ, ചിന്നിക്കുഴി വന്നോട്ടെ, വന്നോട്ടെ. വാസു, വാസു, പണി പാളിയാ. എന്താ ചേച്ചി? ഞങ്ങളുടെ ചിന്നുകോഴിനെ കണ്ട? ഇല്ലല്ലോ. സുമേന്തിയെ? അവള് വീട്ടിൽ പോയിരിക്കാണ്. എന്നോരും 2 ദിവസം കഴിയും. രക്ഷപ്പെട്ടു. ആരാ? എന്റെ ദൈവമേ, ആരുമില്ലേ? ഓ, എനിക്ക് തോന്നിയതാണ്. അയലത്തെ ചിന്ന കോഴി ഇന്ന് വാസുവിന്റെ കറിയായി മാറി.
ഹലോ ജോപ്പ ക്യൂബിൻ കൊടുത്ത് പിള്ളേരാകെ സീനാക്കി. എന്താ സാറേ ഉമ്മര അവിടെ വെച്ചിട്ട് തോട്ടറിഞ്ഞ പക്ഷെ ഈ വഴിക്ക് അവര് വന്നേ. അവിടെയോ? പോയി നോക്കി ചിലപ്പോ കിട്ടും. ആരാ വിളിച്ചോ? പോലീസാ? ദൈവമേ, പണി പാളി. അവരെന്നെ കണ്ട. എന്നാലും കോഴിയുടെ ചോര എങ്ങനെ? ഓ, കോഴിക്കളുടെ പേരും വന്നു. ഈ ചേടത്തിങ്ങനെ കാണിക്കുമെന്ന് കരുതില്ല. സാർ നമുക്ക് അവിടെ കൂടെ പോയി നോക്കാം. ഇനിയിപ്പം നോക്കാനില്ല, എന്തായാലും പിടികൊടുത്തേക്ക. ഇവരോട് പോയി പോലീസുകാരാണ് പോയി. ഇതെന്ത് പറ്റി ഇവിടെ? ഞങ്ങളറിയാത്തവരാ. അവിടെ നോമാരില്ല. സാർ ഇത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ വെച്ചും വന്നു. ഈ കോളനി ഒരാളെ വേണമല്ലോ. നീ വാ, നീ വാ, നീ വാ. അവിടെ നീ വാടാ നീ. വണ്ടിക്ക് കയറാം. വാടാ നീ. ബലം പിടിക്കണം. ബലം പിടിക്കണം. കേറാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. വാടാ. ഇവിടെ കയറാം. വണ്ടി കയറാം. എനിക്കൊന്നും അറിയില്ല സാറേ, എന്നെ അയ്യോ. ഒന്നുമില്ല സാറേ, പട്ടിയൊന്നും മാന്തിയതാ. നിനക്കുള്ള വട്ടി ഞാൻ വെട്ടി വെച്ചിട്ടാ. പിള്ള പോയിട്ട് വാ, പാപ്പ ഞാനപ്പോ തരാം. നിനക്ക് പോലീസുകാരോട് സെൽഫി എടുക്കണോല്ലേ? വേണ്ട സാറേ.
നമ്മളെല്ലാരും നീ കാണായിരുന്നു. അനിലിനെ അമ്മ കൊന്നേനെ. ആര്? നമ്മളാ? ആ നമ്മള്. അനിലെങ്ങനെണ്ടാ? അവന് വലിയ കുഴപ്പമൊന്നുമില്ല. ആണോ? ഡാ മെസ്സി, നിനക്ക് ഈ സാധനം മേടിക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടിയേ? എടാ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് പോയതാടാ. പോയതാ? അല്ല, അടിച്ചു മാറ്റിയതാ. ഇതിലെ കുഴപ്പമുണ്ടോ? ആ, ഇനി ഇതിന്റെ ബാലൻസ് പണി എന്നാണോ കിട്ടാൻ പോണേ? വാസുവേട്ടൻ എന്നോട് ദേഷ്യണ്ടാവോ? മിണ്ടാണ്ടില്ല. പോയോ? പോയടാ. എനിക്ക് പോയി. പാവം. നീയല്ലേ പണി കൊടുത്തേ, എന്നിട്ടൊരു പാവം. നല്ല സൂപ്പർ കറി. ഇത് എവിടുന്നടാ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നിന്റെ ഉള്ള കോഴിയാ. പാസ്വേർഡ് അടിച്ചു. നൈസായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അടിച്ചു. ചിന്നുകോഴി. ചിന്നുകോഴി. ജോസേട്ടാ ഇവിടെ എടവില്ലമാരെ, ഇതാണ് പണിയല്ലേ? വാ എടാ ക്ലാസ് എടുത്ത് ഒരു ചെറുതടിച്ചാലാ? ആ, കുഴപ്പമില്ല, ഒഴിച്ചോ. മതി മതി മതി. എന്നാലേ പഴയ നാടകത്തിൽ ഒരു പാട്ടെടുത്തങ്ങോട്ട് കീച്ചി പാടണോ? ആന്ന് പാട്. പുറത്ത് 3 വരയുണ്ടെന്നാൽ പൂവാലങ്കിളിയല്ല, പൂവാലങ്കിളിയല്ല. തെന്നി തെന്നി ചാടി നടക്കും 90 90 പുറത്ത് 3 വരയുണ്ടെന്നാൽ പൂവാലങ്കിളിയല്ല, പൂവാലങ്കിളിയല്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറുതിന്റെ അടിക്ക് ജോസേട്ടാ. എന്റെ കോഴിനെ കൊണ്ട് തിന്നത് ഏത് നാറിയായാലും അവൻ ഒരു കാലത്തും ഗതി പിടിക്കില്ല. വയറിളകി ചാവുള്ളൂ. അല്ല പിന്നെ എന്റെ പൊന്നു അമ്മി, ഒന്ന് നിർത്ത്. എന്തിനാ രാവിലെ ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കണേ? നിനക്കത് പറയാ. ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ കോഴിയാന്നറിയാമോ? ഉണ്ടായത് ആർക്കും ഗതി പിടിക്കില്ല. വയറിളകി ചാവുള്ളൂ. എന്റെ മോനിത് എന്ത് പറ്റിയാവോ? ഒരുപാട് നേരമായില്ല തൂറാൻ നടക്കണേ.